വളരെ സൂക്ഷിച്ച് ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള വെൽഫെയർ പാർട്ടി അടക്കമുള്ളവരുടെ പിന്തുണ ഉറപ്പിച്ചു നിർത്തുകയും പക്ഷേ അത് വളരെ പരസ്യമായി പോകാതിരിക്കാനുമുള്ളൊരു ശ്രദ്ധ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഈ സഹകരണം തുടരും. പക്ഷേ ഒരു പരിധിക്കപ്പുറമുള്ള സഹകരണം തുടരാൻ കോൺഗ്രസ് പേടിക്കും. ഒരു കാരണവശാലും ഇവരെ ഞങ്ങൾ മുന്നിലെടുക്കില്ല എന്ന് എല്ലാ ദിവസവും പറയേണ്ടി വരും. അങ്ങനെയുള്ള വിമർശനങ്ങളുടെ മുനയൊടിക്കേണ്ടി വരും. അതോടൊപ്പം മുസ്ലിം വോട്ടുകളുടെ ഒരു ഏകീകരണം, എല്ലാ മുസ്ലിം വിഭാഗങ്ങളെയും ഒരുമിച്ച് നിർത്താനുള്ള ശ്രമം കോൺഗ്രസിൻ്റെ UDFൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. ചുരുക്കത്തിൽ സംഭവം ഇതാണ്. CPM വിചാരിച്ച, LDF വിചാരിച്ച ന്യൂനപക്ഷ തീവ്രവാദ ചർച്ച ഇനി മുതൽ അങ്ങോട്ട് സജീവമാക്കി നിർത്താൻ പോവുകയാണ്. അതിൽ LDF വിജയിച്ചു. അതിനൊരു മറുതന്ത്രം പണിയാൻ മുസ്ലിം വോട്ടുകൾ പോകാതെ നിൽക്കുന്നതിനോടൊപ്പം ക്രിസ്ത്യൻ വോട്ടുകൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം ഉള്ള ഹിന്ദു വോട്ടുകൾ പോകാതിരിക്കുന്നതും കൂടി നോക്കണം. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള പാർട്ടികളുമായുള്ള ബന്ധം വളരെ സദൃഢമാക്കാതെ ശ്രീ VD സതീശൻ ഈ തെരഞ്ഞെടുപ്പിനിടയ്ക്ക് അവർക്ക് മതരാഷ്ട്രവാദവുമായി ഇപ്പോൾ ബന്ധമില്ല എന്ന് പറഞ്ഞത് സമസ്തയിലെ ചിലരെ ആലോചനപ്പെടുത്തി എന്ന റിപ്പോർട്ടുകളുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു കൈ അകലത്തിൽ നിർത്തിക്കൊണ്ടുള്ള സഹകരണമായിരിക്കും ഉണ്ടാവുക. ഇപ്പോഴുള്ള ഒരു ഫോർമുല തുടരും. പക്ഷേ വലിയ ബഹളമൊന്നും, ശബ്ദമാനമായ ബഹളമോ പരസ്യമായ പ്രകടനങ്ങളോ ഉണ്ടാക്കാൻ സാധ്യതയില്ല.